ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിന്റെ തുടക്കക്കാർക്ക് മാത്രമല്ല കേട്ടോ, അല്ലാത്തൊരു വീഡിയോ കാണണ്ട. ഇത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഗുണമുണ്ടാകും. എൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക്, എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണുക. കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2016 തുടങ്ങിയതാണ്. അതിന് ശേഷം ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യും. വീഡിയോ പിന്നെ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ പിന്നെ വീഡിയോ ക്ലാരിറ്റി കുറവാകും, വോയിസിൻ്റെ കുറവുണ്ടാകും, നോയിസ്ലേഷൻ ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഏകദേശം ഇപ്പോൾ 2024 എൻ്റെ യൂട്യൂബ് ചാനലിന് മോണിറ്ററേഷന് ഞാൻ അപ്ലൈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പിന്നെ റിജക്റ്റ് ആയി യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ റിജക്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇരുന്ന് കാണുന്നുണ്ട്. അതിൽ ചില വീഡിയോസ് മാത്രം നമുക്ക് പ്രയോജനപ്പെടും, ഒരുപാട് വീഡിയോസ് പ്രയോജനപ്പെടുന്നേ ഇല്ല. അവരൊക്കെ വ്യൂസിന് ഉണ്ടാക്കാനും വേണ്ടി വലിച്ചു നീട്ടി ഇങ്ങനെ കഥ പറയണം. സുഹൃത്ത് പറഞ്ഞ് ഇത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്, ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാലും ഇത് റിജക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെ അത് ഏത് വീഡിയോ ആണെന്ന് എഴുതിയിട്ട് ഏത് വീഡിയോ തപ്പണം നമ്മൾ ഒരുപാട് തപ്പി. അപ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കൾ ആ വീഡിയോ അവരിതിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റിജക്റ്റ് ആയി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഒരിക്കലും ഏതാണ് വീഡിയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യാം, അത് ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. രണ്ടാമത് വീണ്ടും മെയിൽ വന്ന് രണ്ടാമത് നമുക്ക് മോണിറ്ററേഷൻ അപ്ലൈ ചെയ്യാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ വീണ്ടും വന്നു. അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും മോണിറ്ററേഷൻ അപ്ലൈ ഞാൻ ചെയ്തു. രണ്ടാമത് വീണ്ടും റിജക്റ്റ് ആയി. അന്നേരം എൻ്റെ കയ്യിൽ ഒരുപാട് മില്യൺ കണക്കിനുള്ള വ്യൂസ് ഉള്ള ഷോർട്സ് വീഡിയോയിലാണ് എനിക്ക് ഇത് വന്നിരിക്കുന്നത്, ലോങ് വീഡിയോ അല്ല കേട്ടോ. അങ്ങനെ ഷോർട്സ് വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. ഞാനത് ഇരുന്ന് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏതാണ് വീഡിയോ പിന്നെ കാണുന്നില്ല, റീയൂസ്ഡ് കണ്ടന്റ് ഏതാണെന്ന് അറിയില്ല. പക്ഷെ കോപ്പിറൈറ്റ് ഇല്ല, ഒരു പ്രശ്നമില്ല, റീയൂസ്ഡിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് ചർച്ച, കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും വർഷങ്ങളോളം എടുത്തിട്ട് നമ്മൾ ചെയ്ത് മോണിറ്ററേഷൻ നടക്കണില്ല. ലാസ്റ്റ് എന്ത് ചെയ്ത് ആ വീഡിയോസ് ഫുള്ള് റിമൂവ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ആദ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ വീഡിയോ എടുത്തിട്ട് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. ഡയറക്റ്റ് ആദ്യം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. യൂട്യൂബിൽ പോസ്റ്റിൻ്റെ ശേഷം മാത്രം. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തീരെ കൊടുക്കരുത്, ഒരു മ്യൂസിക്കും കൊടുക്കരുത്. നാച്ചുറൽ വോയിസ് മാത്രം കൊടുക്കുക. നല്ല വോയിസ് ക്ലിയർ ഉണ്ടാകുന്ന നോക്കുക, വീഡിയോക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകുന്ന നോക്കുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്. പിന്നെ അതേപോലെ ഹാഷ്ടാഗ് കുറച്ച് നന്നാക്കി കൊടുക്കുക. നല്ല ഹാഷ്ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂസ് നമുക്ക് വരും. അത് കുറച്ച് സമയം പിടിക്കും, ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും വരില്ല, വർഷങ്ങൾ ചിലപ്പം മാസങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ ചിലവരെ ഭാഗ്യം പോലെ പെട്ടെന്ന് വരും. അപ്പോൾ അത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ മോണിറ്ററേഷനുമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ 2016 യൂട്യൂബ് തുടങ്ങിയ ആളാണ്. അന്ന് മുതൽ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ 2024 ഏകദേശം 8 കൊല്ലം ഞാൻ ചെയ്യൽ തുടങ്ങി. പക്ഷെ എനിക്ക് ഈ അടുത്താണ് മോണിറ്ററേഷൻ വന്നത്. എന്നിട്ട് മോണിറ്ററേഷൻ വന്നപ്പോൾ ഇതേപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വന്നത് മൊത്തം റീയൂസ്ഡ് കണ്ടന്റ്. നമ്മൾ കുറേ ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വേറെ പല ടീമുകളും നമ്മളെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടും. പക്ഷെ നമ്മളെന്ത് ചെയ്യണേ, പിന്നെയാണ് യൂട്യൂബിൽ ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എൻ്റെ റീയൂസ്ഡ് കണ്ടന്റായിട്ട് ഇതിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ അത് ഇനി ആർക്കും വരാതിരിക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പുതിയ യൂട്യൂബർമാർ വരുമ്പോൾ അത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വീഡിയോ ഉപകാരപ്പെടണം, അതിനാണ് ഞാൻ ഇത്രയും ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് ആൾക്കാർ വ്യൂസിന് വേണ്ടി കുറേ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബിനെ പറ്റി. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സബ് എങ്ങനെ കൂട്ടാം, നമുക്ക് ഇങ്ങനെ കൂട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് നമ്മൾ വീഡിയോ കാണും. ഒരു പ്രയോജനമില്ല മക്കളെ, ഒരു പ്രയോജനമില്ല. എൻ്റെ അനുഭവം ഞാൻ പറയാലാം. ഞാൻ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ ചെയ്തതിൻ്റെ ഒരുപാട് സമയം പോയി. അവർക്ക് ആ വ്യൂസ് കിട്ടും, അവർക്ക് ആ പരസ്യം കാണുമ്പോൾ അതിൻ്റെ പൈസയും കിട്ടും. പക്ഷെ നമുക്ക് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇരുന്ന് കാണണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, വീഡിയോ എടുക്കുക. അതേ സമയം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ ഇടുന്നതിന് മുന്നേ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നേരെ കൊണ്ട് അപ്ലോഡ് ചെയ്യുക. അതിൽ കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക്കോ ഒന്നും കൊടുക്കരുത്. നാച്ചുറലായിട്ട് ചെയ്യുക. നാച്ചുറൽ അല്ല, ആ വീഡിയോ എടുക്കുന്നതിന് ഒരു ക്ലാരിറ്റിയും അതിൻ്റെ വീഡിയോൻ്റെ സ്വഭാവം കാണിക്കുക. എന്നാൽ തന്നെ നിങ്ങളുടെ ഓക്കാവും. പിന്നെ അത്ര പറയാണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇത്രയും കണ്ടതിന് ഒരുപാട് താങ്ക്സ്.